السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ ഗഫൂറായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പാക്കി തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം പതിവായി പാരായണം ചെയ്യുന്ന ചില സൂറത്തുകളും ചില ആയത്തുകളുമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനം, ചില മഹത്വങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നാം പതിവായി പാരായണം ചെയ്യുന്ന ആയത്തായ ആമന റസൂൽ അഥവാ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത് പറയാനും അത് നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് പാരായണം ചെയ്യുന്നവന് ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അത് അവന് മതി, എന്തിനും അത് മതി. രാത്രി നിസ്കാരത്തിലായിട്ടോ അല്ലാതെയോ ഖുർആൻ ഓതുന്നതിന് പകരം അത് മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പല വ്യാഖ്യാനങ്ങളും നൽകുന്നുണ്ട്. എല്ലാ ചീത്ത കാര്യങ്ങളെ തൊട്ടും അവനെ തടയാൻ അത് മതി. മനുഷ്യ പിശാചുക്കൾ അല്ലാതെയുള്ള ജിന്ന് പിശാചുക്കൾ, ഇങ്ങനെയുള്ള എല്ലാ പിശാചുക്കളുടെയും ഷർറിനെ തൊട്ട് രക്ഷപ്പെടാനും രാത്രി ആമന റസൂൽ പാരായണം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ഈ ഒരു ഹദീസിന് വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ടുള്ളൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു തആല 3 കാര്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠമാക്കി. ഏതാണ് ആ 3 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം? അത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളെ കൊണ്ടാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തായ ആമന റസൂൽ. ആമന റസൂൽ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, മിൻ കൻസി തഹ്തൽ അർശ്, അർശ് എന്ന സിംഹാസനത്തിൻ്റെ താഴ്ഭാഗത്തുള്ള നിധിയാണ്. ലം യുഅതഹു അഹദുൻ ഖബ്ലി, അതിനെ മറ്റൊരാൾക്കും എനിക്ക് മുമ്പ് നൽകപ്പെട്ടിട്ടില്ല. വലാ യുഅത അഹദുൻ ബഅദി, എനിക്ക് ശേഷവും അതിനെ മറ്റൊരാൾക്കും നൽകപ്പെടുകയില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര മഹത്തമാണ് ആമന റസൂൽ എന്ന് പറയുന്ന ആ ഒരു ആയത്ത്. അതിന് ശേഷമുള്ള ഈ 2 ചെറിയ ആയത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ളത്, അത് തജ്വീദ് അനുസരിച്ച് അതിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാഖ്യാനവും കൂടി അറിയെങ്കിൽ വളരെ നല്ലത്. ആത്മാർത്ഥതയോടെ അത് പാരായണം ചെയ്താൽ എത്രയോ മഹത്വമാണ് അതിനാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. 1-2 മിനിറ്റ് മാത്രം മതി അത് പാരായണം ചെയ്യാൻ. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ഒരു ഹർഫ് നാം പാരായണം ചെയ്താൽ എത്രയോ ശ്രേഷ്ഠതകൾ, എത്രയോ പ്രതിഫലമാണ് നമുക്കതിനാൽ അല്ലാഹു സുബ്ഹാനഹു തആല നാളെ നൽകാനിരിക്കുന്നത്. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹി ഫലഹു ഹസന. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നുമുള്ള ഒരു ഹർഫ് ഒരാൾ പാരായണം ചെയ്താൽ അവന് ഒരു ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഹസനത്തല്ല, വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, അതിൻ്റെ 10 ഇരട്ടി. ഒരു ഹർഫ് വിശുദ്ധ ഖുർആനിൽ നിന്നും പാരായണം ചെയ്താൽ 10 ഇരട്ടി അതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു തആല നാളെ നമുക്ക് നൽകാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നതിനെ ഞാൻ ഒരു ഹർഫ് എന്ന് പറയുന്നില്ല. അലിഫ് ലാം മീം അത് ഒരു ഹർഫല്ല. വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്. അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. ഇങ്ങനെ 3 ഹർഫുകൾ കൂടിയതാണ് അലിഫ് ലാം മീം എന്നത്. അപ്പോൾ എത്ര ഹസനത്താണ് അലിഫ് ലാം മീം എന്ന് ഒരാൾ പാരായണം ചെയ്താൽ ലഭിക്കാൻ പോകുന്നത് 30 ഹസനത്ത്. അതിലേറെ ഹസനത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹദീസുകളും കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ അതിന് എനിക്ക് നാളെ ആഖിറത്തിൽ കൂലി ലഭിക്കണം, പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആ ഒരു നിയത്തോടെ നാം പാരായണം ചെയ്യണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമന റസൂലിൻ്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ടുള്ളൊരു ഹദീസ്, അന്ന ജിബ്രീൽ അലൈഹിസ്സലാം കാന ഖാഇദൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു ശബ്ദം മുകൾ ഭാഗത്തു നിന്നും കേൾക്കുന്നു. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തല ഉയർത്തി നോക്കുമ്പോൾ അതാ ആകാശത്തു നിന്നും ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. മുമ്പൊരിക്കലും ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ആദ്യമായാണ് ആ വാതിൽ തുറക്കുന്നത്. അതിലൂടെ അതാ ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ മലക്കും മുമ്പൊരിക്കലും ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആദ്യമായാണ് ആ മലക്കും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ആ വന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശം കൊണ്ട് തങ്ങൾ സന്തോഷിക്കു നബിയേ. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക്, തങ്ങൾക്ക് മുമ്പ് ഒരു നബിക്കും ആ 2 പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. ആ 2 പ്രകാശം മുമ്പ് ഒരു നബിക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. ഏതൊക്കെയാണ് ആ 2 പ്രകാശങ്ങൾ? ഫാത്തിഹത്തുൽ കിതാബ്, അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ആ 2 പ്രകാശങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രകാശം സൂറത്തുൽ ഫാത്തിഹയാണ്. വഖവാതീമു സൂറത്തുൽ ബഖറ, മറ്റൊരു പ്രകാശം സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗവുമാണ്, അഥവാ ആമന റസൂലാണ്. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ, അത് 2ൽ നിന്നുമുള്ള ഒരു ഹർഫും ഒരാളും മൊഴിയുകയില്ല. ഇല്ലാ ഉഅ്തീത, അത് ഓതിയതിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെട്ടിട്ടല്ലാതെ അതിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടുക തന്നെ ചെയ്യും. ആ വന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം തങ്ങളോട് പറയുകയാണ്, മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിക്കും നൽകപ്പെടാത്ത 2 പ്രകാശം കൊണ്ട് നബിയെ അങ്ങ് സന്തോഷിക്കൂ. ആ 2 പ്രകാശം ഏതാണ്? ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് ആമനർ റസൂലാണ്. എത്ര മഹത്തമാണ് പ്രിയപ്പെട്ടവരെ. വഹാദാ മിൻ അദീമി ഫളില്ലാഹി അലാ നബിഹി വഅലാ ഉമ്മത്തിഹി. ഇത് രണ്ടും, സൂറത്തുൽ ഫാത്തിഹയും ആമനർ റസൂലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സമുദായത്തിനും അല്ലാഹു തആല നൽകിയ വലിയൊരു ശ്രേഷ്ഠതയാണ്. എന്നു മാത്രമല്ല, ഇത് രണ്ടും പാരായണം ചെയ്യുന്ന വ്യക്തി നേരായ വഴിയിലൂടെ, മുസ്തഖീമായ വഴിയിലൂടെ ആഖിറം രക്ഷപ്പെടുന്നതാണ്. അല്ലാഹു തആല ഈ ഭാഗത്തിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാചിൻ്റെ ശല്യത്തെ തൊട്ട് രക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആമനർ റസൂൽ ഓതുന്ന വീടുകളിലും പിശാചിൻ്റെ ശല്യത്തെ തൊട്ട് രക്ഷ ലഭിക്കുന്നതാണ്. വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖുറുബുഹാ ശൈത്താൻ. 3 ദിവസം രാത്രി ആമനർ റസൂൽ ഓതിയ വീട്ടിൽ ആ 2 ആയത്തുകളുടെയും ആമനർ റസൂൽ അതിൻ്റെ തൊട്ടുശേഷമുള്ള ആയത്ത്, ഇങ്ങനെയുള്ള ആ 2 ആയത്തുകളുടെ ഫള് കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് പിശാച് അടുക്കുകയില്ല. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെ ഒട്ടേറെ ശ്രേഷ്ഠതയുള്ള ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ആമന റസൂലിൻ്റെ തൊട്ടുമുള്ള ഒരു ആയത്തും കൂടെ നമുക്ക് പഠിക്കാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. വളരെ മഹത്വമുള്ള സൂറത്താണ്. ചരിത്രങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, ഉപദേശങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം മൗലികമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഈ സൂറത്ത് അവസാനിക്കാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുവിനാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അഖിലാണ്ടത്തിലുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടിയും അവൻ്റെ ഉടമയിലുമാണ്, അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമാണ്. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വെളിവാക്കിയാലും മറച്ചുവെച്ചാലും, വഇൻ തുബ്ദൂ എന്ന് പറഞ്ഞാൽ തുൽഹിറൂ, നിങ്ങൾ വെളിവാക്കിയാലും, നിങ്ങളുടെ മനസ്സിലുള്ള ചീത്ത കാര്യങ്ങൾ നിങ്ങൾ വെളിവാക്കിയാലും നിങ്ങൾ മറച്ചുവെച്ചാലും, യുഹാസിബുക്കും ബിഹില്ലാഹ്, അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. യുഖ്ബിറുക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചീത്ത കാര്യങ്ങൾ, ചീത്ത വികാരങ്ങൾ അത് നിങ്ങൾ മറച്ചുവെച്ചാലും നിങ്ങളത് വെളിവാക്കിയാലും എല്ലാറ്റിനെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്. فيغفر لمن يشاء ويعذب من يشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിച്ചവർക്ക് അവന് പുറത്തു കൊടുക്കും, അവനുദ്ദേശിച്ചവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. എല്ലാറ്റിനും അവൻ അധികാരമുണ്ട്. കാരണം അവനാണ് ഇലാഹ്, അവനാണ് റബ്ബ്, നാം അവൻ്റെ അടിമകളാണ്. എല്ലാറ്റിനും അവന് കഴിവുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കാര്യങ്ങളുടെയും മേൽ അവൻ കഴിവുള്ളവനാണ്.
ഹൃദയത്തിലുള്ള തോന്നലുകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുമെന്നാണല്ലോ ഈ ആയത്തിലുള്ളത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ചൊല്ലുകയാണ്. എന്നിട്ട് നബിയോട് പറയുകയാണ്, കുല്ലിഫ്നാ മിനൽ അഅമാലി മാ യുതീഖ്, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ഞങ്ങൾക്ക് സാധ്യമാകുന്ന അമലുകളാണ്. നിസ്കാരം, നോമ്പ്, ജിഹാദ്, സദഖ, ഇങ്ങനെയുള്ള അമലുകളായിരുന്നു. വഖദ് ഉൻസിലത അലൈക ഹാദിഹിൽ ആയതു വലാ നുതീഖുഹാ, ഈ ഇറങ്ങിയ തങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്തുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് സാധ്യമാകൂലല്ലോ നബിയേ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിക്കുകയാണ്, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാരുണ്ടല്ലോ, ജൂത ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരോട്, പ്രവാചകന്മാരോട് അവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണോ? അവരെന്തായിരുന്നു അവരിലേക്ക് ഇറക്കപ്പെട്ട പ്രവാചകന്മാരോട് പറഞ്ഞത്? സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ പറയാനാണോ സഹാബ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബൽ ഖൂലു, അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറയേണ്ട രൂപം എന്താണ്? സമിഅന വഅതഅന, നബിയേ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുത്തു തരണേ റഹ്മാനേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതാ സഹാബികൾ പറയുകയാണ്, ഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. അപ്പോൾ സഹാബികൾ പറഞ്ഞു, സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ആ സന്ദർഭത്തിൽ അതാ ഇറങ്ങുന്നു ആയത്ത്, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير وإن تبدوا ما في أنفسكم أو تخفوه എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടായി. ചീത്ത കാര്യങ്ങൾ മനസ്സ് മന്ത്രിച്ചാൽ, വസ്വസത്തിലാക്കിയാൽ തന്നെ അതിനെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും എന്ന് അറിയിക്കുന്ന ആ ആയത്തിലെ ആശയത്തെ നസ്ഖ് അഥവാ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി വ്യക്തമാക്കിയോ വിവരിക്കുന്ന ആയത്താണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ചീത്ത ചിന്ത, വിചാര, വികാരങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ലഭിക്കുകയില്ല എന്നാണ് തൊട്ടടുത്ത ആയത്തായ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചീത്ത ചിന്തകൾ അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്നറിയിക്കുന്ന നിരവധി ഹദീസുകൾ കാണാം. എൻ്റെ സമുദായത്തിന് അവരുടെ മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിച്ച തെറ്റുകൾ അവൻ ചെയ്തില്ലെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ അവൻ ചെയ്തില്ല, അതിന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നത് ഒരു ഹസനത്താണ്. എന്നാൽ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അങ്ങനെ ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ അവന് ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ ആ തിന്മ അവൻ ചെയ്തില്ല, അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയില്ല. അങ്ങനെ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ ചെയ്ത തെറ്റിനുള്ള ഒരു ശിക്ഷ മാത്രമാണ് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകുന്നത്. പറഞ്ഞു വന്നത്, മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ചീത്ത ചിന്തകൾ, ചീത്ത വിചാരങ്ങൾ
ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷേ അത് ചെയ്തില്ല. അതിൻ്റെ പേരിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ റബ്ബിൽ നിന്ന്, അതായത് അള്ളാഹുവിൽ നിന്നും അവതരിക്കപ്പെട്ടതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. മിനൽ ഖുർആൻ, ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സത്യവിശ്വാസികളും അംഗീകരിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. കുല്ലുൻ ആമന ബില്ലാഹ്, എല്ലാവരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. വമലായികതി, അവൻ്റെ മലക്കുകളെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. വകുതുബിഹി വറുസുലി, അള്ളാഹു ഇറക്കിയ ആ ഗ്രന്ഥങ്ങളെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. അവൻ്റെ മുർസലീങ്ങളെ കൊണ്ടും വിശ്വസിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, അവൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിച്ചവരാണ്, അവൻ്റെ കിതാബുകളെ കൊണ്ടും അവൻ അയച്ച മുർസലീങ്ങളെ കൊണ്ടും വിശ്വസിച്ചവരാണ്. ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമേതാണ്? വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം, ഖുർആനിലുള്ള വിശ്വാസം, മറ്റു മലക്കുകളിൽ, അതേപോലെ തന്നെ മുമ്പയക്കപ്പെട്ട എല്ലാ മുർസലീങ്ങളിലുമുള്ള വിശ്വാസം. ഇതാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതാണ് ആമനർ റസൂലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താണ്? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മുർസലീങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് വേർതിരിവൊന്നും കാണിക്കുകയില്ല. യഹൂദികൾ, നസാറാക്കൾ, അവരിലേക്ക് അയക്കപ്പെട്ട ചില മുർസലീങ്ങൾ അവർ വിശ്വസിച്ചു, ചിലരെ അവർ അവിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയല്ല മുഅ്മിനീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മുർസലീങ്ങളെ എല്ലാവരെയും വിശ്വസിക്കുന്നവരാണ്. എന്നു മാത്രമല്ല, വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. വഖാലു, ആ മുസ്ലിമീങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നു, സമിഅന, ഞങ്ങൾ കേട്ടു, വഅതഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറും കേൾവിയല്ല, സമാഅ ഖബൂൽ, മാ ഉമിർനാ ബിഹി സമാഅ ഖബൂൽ, സ്വീകരിക്കുന്ന കേൾവി. വഅതഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അവ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണോ വിരോധിച്ചത് അവ വെടിയുകയും ചെയ്തിരിക്കുന്നു. ഹറാമായ കാര്യങ്ങളൊക്കെ വെടിയുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ ശ്രദ്ധിച്ചാലും മനുഷ്യ സഹജമായി തെറ്റുവരാമല്ലോ, തെറ്റുകൾ സംഭവിച്ചേക്കാമല്ലോ. അതിനാൽ അതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, നസ്അലുക ഗുഫ്റാനക, ഇഗ്ഫിർ ലനാ ഗുഫ്റാനക ഔ നത്ലുബു ഗുഫ്റാനക, ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ നിന്നോട് ഞങ്ങൾ തേടുന്നു, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കവും, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നിന്നിലേക്കാണ് മടക്കവും. അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയാണ്. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹ് എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾക്ക് വല്ലാത്ത മാനസിക പ്രയാസത്തിലായി, ബുദ്ധിമുട്ടിലായി എന്ന് നാം പറഞ്ഞുവല്ലോ. ചീത്ത കാര്യങ്ങൾ മനസ്സ് മന്ത്രിച്ചാൽ, വസ്വസത്തിലാക്കിയാൽ തന്നെ അതിനെക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും എന്ന് അറിയിക്കുന്ന ആ ആയത്ത്, ആ ആയത്തിലെ ആശയത്തെ നസ്ഖ് അഥവാ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി വ്യക്തമാക്കിയോ വിവരിക്കുന്ന ആയത്താണ് ഇനി പറയാൻ പോകുന്ന ആയത്ത്.
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്കും അവന് സാധ്യമായതിനെ അല്ലാതെ അല്ലാഹു തആല അവനോട് കൽപ്പിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ശാസന സാധ്യമാവുന്നതിനോടാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന കഴിവുള്ള കാര്യത്തിനോട് മാത്രമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതേപോലെ സ്വീകരിക്കാൻ മനുഷ്യന്മാർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉദാഹരണം, രോഗിയായ മനുഷ്യൻ അവനൊരു പക്ഷേ നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിയൂല, രോഗിയാ, അവന് നിന്ന് തന്നെ നിസ്കരിക്കണമെന്നില്ല. അവനിരിക്കാം. നോമനുഷ്ഠിക്കാൻ കഴിയാത്ത വ്യക്തിക്ക് ചില ഒഴിവുകളുണ്ട്. പക്ഷേ സ്വതന്ത്ര ചിന്തക്കും ഇച്ഛക്കും ഒത്തു ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിക്കുകയില്ല. എല്ലാറ്റിനും നിയമമുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ ശരീരത്തിനും അതിന് സാധ്യമായതിനെ അല്ലാതെ അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല. ലഹാ മാ കസബത് മിനൽ ഖൈരി സവാബു. ഓരോ ശരീരവും അഥവാ ഓരോ വ്യക്തിയും അവൻ ചെയ്ത നന്മയുടെ പ്രതിഫലം അവനുള്ളതാണ്. അവൻ അധ്വാനിച്ചുണ്ടാക്കിയ നന്മ, അതിൻ്റെ പ്രതിഫലം അവനു തന്നെ ലഭിക്കുന്നതാണ്. വഅലൈഹാ മക്തസബത്. ഓരോ ശരീരവും അവൻ ചെയ്തു കൂട്ടിയ തെറ്റും അവനുള്ളതാണ്. അതിൻ്റെ കുറ്റം അതും അവന് ലഭിക്കുന്നതാണ്. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കുകയില്ല. വലാ യുആഖദു അഹദുൻ ബിദംബി അഹദിൻ. ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റൊരാളെ അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല. വലാ ബിമാ ലം യക്തസിബ്. ചെയ്യാത്ത കുറ്റത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല. ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അത് അവന് തന്നെ ലഭിക്കുന്നതാണ്. തുടർന്നും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഏതൊരു സത്യവിശ്വാസിക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ മറന്നുകൊണ്ടോ അറിയാതെയോ പിഴച്ചതോ ആയ തെറ്റുകൾ, അതിൻ്റെ പേരിൽ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുതേ റബ്ബേ. അബദ്ധത്തിൽ വന്ന തെറ്റുകൾ, അതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായത്തിനും അവർ ചെയ്ത തെറ്റിന് ദുനിയാവിൽ നിന്നു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്, സമുദായത്തിന് അത്തരം ശിക്ഷകളൊക്കെ അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞതാണ്. എന്നു മാത്രമല്ല, കമാ വറദ ഫിൽ ഹദീസ് റഫഅൻ ഉമ്മതി അൽ ഖത്അ വൻ നിസ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എൻ്റെ സമുദായം പിഴച്ചു ചെയ്ത തെറ്റുകൾ, അറിയാതെ ചെയ്ത തെറ്റുകൾ, അതിനൊക്കെ അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. അതിൻ്റെ പേരിലൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ഭാരം ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേലിലും നീ ഭാരം ചുമത്തരുതേ, ഞങ്ങളോടും കൽപ്പിക്കരുതേ. മുമ്പ് കഴിഞ്ഞു പോയ പല സമുദായത്തിൻ്റെയും ശരീഅത്ത് നിയമങ്ങൾ വളരെ പ്രയാസമുള്ളതായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്ത്, ശരീരത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ഒരൽപ്പം നജസ്സായാൽ ആ നജസ്സുള്ള ഭാഗം മുറിച്ചു കളയണമെന്നായിരുന്നു. ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചു കളയുക, തെറ്റു ചെയ്താൽ അതിൻ്റെ പേരിൽ അവനെ വധിക്കുക, അങ്ങനെയുള്ള വളരെ പ്രയാസമുള്ള നിയമങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിൽ അത്രയൊന്നും പ്രയാസമില്ല, എല്ലാം എളുപ്പമാണ്, പ്രയാസമില്ലാത്തതാണ്.
തുടർന്നും ദുആ തന്നെയാണ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. റബ്ബേ, ഞങ്ങൾക്ക് കഴിയാത്ത, ഞങ്ങൾക്ക് സാധിക്കാത്ത കൽപ്പനകളെയും പരീക്ഷണങ്ങളെയും ഞങ്ങളെ വഹിപ്പിക്കരുതേ റബ്ബേ. സഹിക്കാൻ കഴിയാത്ത കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് തരല്ലേ പടച്ചോനേ. മുമ്പ് കഴിഞ്ഞുപോയ പല സമുദായത്തെയും അവർ ചെയ്ത തിന്മയുടെ പേരിൽ, അവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ പല പരീക്ഷണങ്ങളും പല ആഫത്ത് മുസീബത്തുകളും അവർക്ക് നൽകിയിരുന്നു. വെള്ളപ്പൊക്കം, തൂഫാൻ, ജറാദ്, പേന്, അതേപോലെ തന്നെ തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എവിടെ നോക്കിയാലും തവള, വീട്ടിലും ചെമ്പിലും, അതേപോലെ തന്നെ എവിടെ നോക്കിയാലും തവള. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. വലിയ അട്ടഹാസം നൽകിയിട്ട് അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്മാരെ കുരങ്ങാക്കി അവരുടെ രൂപമാറ്റം വരുത്തിയിട്ടും അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹു തആലയോട് നമ്മൾ ദുആ ചെയ്യുന്നത്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. ഞങ്ങൾക്ക് കഴിയാത്ത, ഞങ്ങൾക്ക് സാധിക്കാത്ത കൽപ്പനകളെയും പരീക്ഷണങ്ങളെയും ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. വഅഫു അന്നാ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. ഉംഹു ദുനൂബനാ, ഞങ്ങളുടെ തെറ്റുകൾ ഏടുകളിൽ നിന്നും മായിച്ചു കളയണേ റബ്ബേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണേ റബ്ബേ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയി റഹ്മാനേ. എല്ലാം മാപ്പാക്കണേ, എല്ലാം പൊറുക്കണേ. വർഹംനാ, ഞങ്ങൾക്ക് കരുണ ചെയ്യണേ റഹ്മാനേ. ഉസ്തുർഹാ അൻ അയുനിൽ മഖ്ലൂഖാത്ത്, ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും മറച്ചു വെക്കണേ റഹ്മാനേ. മഹ്ശറിൽ നമ്മുടെ പാപങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ, ഭാര്യ മാതാപിതാക്കളുടെ മുമ്പിൽ, സന്താനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തരുതേ. ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ റഹ്മാനേ. أنت مولانا فانصرنا على القوم الكافرين. أنت مولانا, റബ്ബേ നീയാണ് ഞങ്ങളുടെ നേതാവ്, യജമാനൻ നീയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ നീയാണ്. അതുകൊണ്ട് ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അവിശ്വാസികളായ ശത്രുക്കൾക്കെതിരിൽ വിശ്വാസികളായ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ കാക്കണേ റബ്ബേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട പ്രാർത്ഥനയാണ് യാമന റസൂൽ എന്ന് പറയുന്ന ഈ ആയത്തിലുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് ചെയ്യട്ടെ റഹ്മാനേ. ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ റഹ്മാനേ. ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി തരണേ റഹ്മാനേ. ശിഷ്ടകാലം നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ, ഒരു സാലിഹായ മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. ആമന റസൂൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തജ്വീദ് പഠനം ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല അതിന് തൗഫീക്ക് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.